നമസ്കാരം. മുലപ്പാൽ വേണമെന്ന് പറഞ്ഞ ചേട്ടന്മാർക്കെല്ലാം തന്നെ വീട്ടിൽ കയറി ഇപ്പോൾ മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്ന് രണ്ട് പേർക്ക് വേണമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അഡ്രസ്സ് കറക്റ്റ് കിട്ടിയാൽ വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് മുലപ്പാൽ കൊടുക്കുമെന്ന് മലയാളികൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ദുരന്തങ്ങൾ ഓരോന്നുണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്: എല്ലാത്തിനെയും നമ്മൾ അതിജീവിക്കുമെന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയുമോ? കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകളും വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയവും ഒക്കെ ആണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നിന്ന് അതിനെ നേരിടുകയാണ് മലയാളികൾ. പക്ഷേ അപ്പോഴും ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പും അതുപോലെ തന്നെ വിഷവും ഉള്ളിൽ നിറഞ്ഞ ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ചില നാറികൾ. അവരത് ഇതുപോലെയൊക്കെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. ഇനി കിട്ടിയില്ലേൽ ചോദിച്ച് മേടിക്കാനാണേലും അവർ വന്നോളും. വയനാട്ടിലെ ക്യാമ്പിൽ പാല് കുടിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ പൈതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ എൻ്റെ ഭാര്യ തയ്യാറാണെന്ന് ഒരു മനുഷ്യൻ പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. അതിന് താഴെ ചെന്ന് മുലകുടി മാറാത്ത ചില നാറികളെ അല്ലെങ്കിൽ നാറിയ കമനിട്ടവന്മാരെ മലയാളികളായിട്ടുള്ള ചുണക്കുട്ടികൾ കയറി അങ്ങ് മേഞ്ഞു. അതിലിപ്പോൾ ഈ ജോർജ് കേറ്റിച്ചേട്ടൻ്റെ കാര്യമാണ് വളരെ ദയനീയമായിരിക്കുന്നത്. ജോർജ് ചേട്ടനെ ആരോ ഫോണിലൊക്കെ വിളിച്ച് പാല് വീട്ടിലെത്തിക്കാമെന്ന് വരെ പറയുകയുണ്ടായി. ജോർജ് ചേട്ടാ കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എവിടെ കൊണ്ടുവരണം? അല്ല, നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് തരണ്ടേ? അറിയാതെ പറ്റിപ്പോയി അബദ്ധമാണ്, ക്ഷമിക്കും. ഞാൻ അത് എനിക്ക് എനിക്ക് കടി കിട്ടി, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വണ്ടി വിളിച്ചിങ്ങനെ വെയിറ്റ് ചെയ്യും. അല്ല, ഇപ്പം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും. ഹലോ, ഞാൻ എന്ത് വേണമെങ്കിൽ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് എന്ത് വേണം, ക്ഷമ വേണമെങ്കിൽ എങ്ങനെ ലൈവിൽ വന്നിട്ട് എന്ത് വേണം പറയാം. അപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ഒരാളല്ല. ഞാൻ എന്റെ സമയം നോട്ടുകൊണ്ട് അപ്പുറത്തേക്ക് ഞാൻ ഇങ്ങനെയാണ് പോസ്റ്റാണെന്ന് പോലും ഞാൻ കണ്ടില്ല. എനിക്ക് ഇന്നാണ് മനസ്സിലായത് ഇന്ന ആളാണ് ഈ പോസ്റ്റ് ഇട്ടത്. ഈ അരമണിക്കൂർ ജോർജേട്ട, നെഞ്ചിൽ ചവിട്ട് കിട്ടിയ പാടൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. പാല് കുടിച്ച് ഇപ്പോൾ സന്തോഷമായില്ലേ? ഇനി അല്പം വിശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ പാല് ചോദിച്ച ഓരോരുത്തർക്കും കൊടുക്കാനായിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട് നമ്മുടെ ചുണക്കുട്ടികൾ. ഒന്ന് ഓർത്തു നോക്കുക, എന്തവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജോർജ് കേറ്റി ഇട്ട ഈ കമൻറ്റ് എനിക്ക് പാല് വേണമെന്നായിരുന്നു. ഏതായാലും ജോർജ് ഇട്ട കമൻറ്റ് എനിക്ക് പാല് വേണം, പാല് മാത്രമേ ചോദിച്ചുള്ളൂ. എന്നാൽ ഹോപ്പ്ലെസ് ഡ്രീമർ എന്ന പേജിൽ നിന്ന് ഒരുത്തിനിട്ട കമൻറ്റ് വലിയ കുട്ടികൾക്ക് കൊടുക്കുമോ എന്നാണ്. ഇനി സുകേഷ് പി മോഹൻ എന്നൊരു മാന്യൻ ഇട്ട കമൻറ്റ് നല്ല കറവയുണ്ടെന്ന് തോന്നുന്നു എന്നാണ്. അവൻ്റെ പ്രൊഫൈലിൽ ഒരു അയ്യപ്പൻ്റെ ചിത്രവും വെച്ചിട്ടുണ്ട്. ഒടുവിൽ നാട്ടുകാരുടെ ഇടി കിട്ടുമെന്നായപ്പോൾ പുള്ളി തന്നെ പരസ്യമായിട്ട് അങ്ങ് മാപ്പ് പറഞ്ഞു. സുകേഷിൻ്റെ മാപ്പ് ഇങ്ങനെയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് നോക്കുക. ബഹുമാനപ്പെട്ട എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളോട് കഴിഞ്ഞ ദിവസം FBയിൽ ഈ പോസ്റ്റിന് താഴെ ഞാനിട്ട കമൻറ്റ് അത് ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ വേദനിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ആ കമൻറ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ചെയ്ത തെറ്റിന് നിർവ്യാജം ഖേദം രേഖപ്പെടുത്തുന്നു. ഏതായാലും ഖേദം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്ത ഒരുത്തൻ, അതും തെക്കോട്ടെടുക്കാനായിട്ട് പരുവത്തിലായിട്ടുള്ള ഒരു അമ്മാവൻ, മോഹനൻ പിള്ള ഭാസ്കര കുറുപ്പ് ഇട്ടതാണ്. അങ്ങനെ പറയാൻ തന്നെ കഴിയില്ല, പക്ഷേ പറഞ്ഞു പോകും. കാരണം ഇയാളുടെയൊക്കെ മനസ്സിലെ ഈ വിഷം എത്രത്തോളം ഉണ്ടെന്ന് ഇയാളെ അറിയുന്ന നാട്ടുകാരും ഇയാളുടെ വീട്ടുകാരും എല്ലാം തന്നെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ മോഹനൻ അമ്മാവൻ പറയുന്നത് എനിക്ക് കുറച്ച് വേണം, അത് കുപ്പിയിൽ തന്നാൽ പോരാ, നേരിട്ട് വലിച്ചു കുടിക്കണമെന്ന് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇയാൾക്ക് പെൺകുട്ടികളുണ്ടോ വീട്ടിൽ? അവർ പറ്റുമെങ്കിൽ ഈ മാന്യ അദ്ദേഹത്തോടൊപ്പമാണ് ജീവിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ശ്രദ്ധിക്കുക. ഈ അമ്മാവൻ ഭാര്യയോടൊപ്പം ഒരു അമ്പലനടയിൽ നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ ഇപ്പോൾ മലയാളികൾ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന്. അപ്പോൾ അമ്മാവൻ്റെ വീട്ടിലേക്ക് പാല് തരാൻ വരുന്നുണ്ടെന്ന് നാട്ടുകാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, എന്തിനാണോ ഈ ഐറ്റമൊക്കെ ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നതെന്നാണ്. ഒരു വശത്ത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്, അതിനിടയിൽ കൂടി ഇമാതിരി നാറിയ പണി കാണിക്കുന്നവരെയൊക്കെ തൂക്കിയെടുത്തിട്ട് പൊട്ടിക്കുന്നുമുണ്ട് നമ്മുടെ മലയാളികൾ.
അങ്ങനെ പാല് ചോദിച്ചിട്ട് തല്ല് കിട്ടിയവരും ഇനി തല്ല് കിട്ടാനുള്ളവരും ജീവിതത്തിൽ ഇനി കവറ് പാല് പോലും മേടിച്ച് കുടിക്കത്തില്ല. പാല് കുടിയേ നിർത്തി, അതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് അത്ര നിസ്സാരമല്ല. അത് സമൂഹത്തിന് തന്നെ ആപത്തായിട്ടുള്ള കാര്യമാണ്. കാരണം മൃഗങ്ങൾ പോലും ഇതിലും എത്രയോ ഭേദമാണ്. വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു കാര്യമാണ്. ഒരു കാട്ടാന കാണിച്ച കരുതലിൻ്റെ വിവരം. ഒരു അമ്മൂമ്മയും കൊച്ചുമകളും കൂടി വെളുക്കുവോളം കഴിച്ചു കൂട്ടിയത് വലിയ ഭീതിയോടുകൂടി ഒരു കാട്ടാനയുടെ അടുത്താണ്. അവർ കാണിക്കുന്ന, ആ മൃഗങ്ങൾ കാണിക്കുന്ന കരുണ പോലും ഇല്ലാത്ത മനുഷ്യരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഇങ്ങനെയുള്ള വിഷങ്ങൾ. വയനാട് ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ കേരളം ഒന്നാകെ. തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ ഒരു കൂട്ടം മനുഷ്യർ ഓടുകയാണ്. ഒരു ദിവസത്തെ ജോലിയുടെ കൂലിയും വയനാടിന് വേണ്ടി മാറ്റിവെച്ച കൂലിപ്പണിക്കാർ വരെയുണ്ട് നമ്മുടെ നാട്ടിൽ. എന്തിനേറെ പറയണം, കുഞ്ഞുമക്കൾ പോലും അവരുടെ കുടുക്ക പൊട്ടിച്ച പണം അതുപോലും മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ ഒരു സഹായമാണ് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്കും അതോടൊപ്പം തന്നെ ക്യാമ്പിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സഹായമാണ് ക്യാമ്പിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ തയ്യാറാണെന്ന് ഒരു യുവതി പറഞ്ഞത്. ആ യുവതിക്ക് നന്ദി പോസ്റ്റുകൾ വരുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ മുലകൂടി മാറാത്ത ചില നാറികൾ ഞങ്ങൾക്കും വേണം, തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകളുമായിട്ട് വന്നിരിക്കുന്നത്. പ്രളയകാലവും പിന്നീടുണ്ടായ ഉരുൾപൊട്ടലുകളുടെ സമയങ്ങളിലുമെല്ലാം തന്നെ സഹജീവി സ്നേഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ അപാരമായിട്ടുള്ള ചേർത്ത് പിടിക്കലിൻ്റെയും ഒക്കെ നിരവധി കാഴ്ചകൾ നമ്മൾ കേരളം കണ്ടതാണ്. പണവും ഭക്ഷണവും വസ്ത്രങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളുമായിട്ട് ഉള്ളതിൻ്റെ ഓരോ ഓഹരി പലരും കൊടുത്തപ്പോൾ ഉപജീവന മാർഗത്തിൽ ഉള്ളതെല്ലാം പെറുക്കി കൊടുക്കുന്ന ഹൃദയഹാരിയായിട്ടുള്ള നിമിഷങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവുകയുണ്ടായി. കുരുന്നുകൾ മുതൽ വയോധികർ വരെ ആ സഹായ നിരയിൽ അണിനിരന്നു. ഇപ്പോഴിത് വയനാട് മുണ്ടക്കൈയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് കേരളം ഇരയായപ്പോൾ അവിടെയും അത്തരം സഹായ മനസ്കതയുടെ മഹാ അധ്യായങ്ങൾ രചിക്കപ്പെടുകയാണ്. അപ്പോൾ അത്തരമൊരു മധുരമായിട്ടുള്ള മാതൃകയെക്കുറിച്ചാണ് പറയുന്നത്. ദുരിതഭൂമിയിൽ നിന്ന് പെറ്റമ്മയെ നഷ്ടമായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ പറയണം, തൻ്റെ ഭാര്യ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകൻ. ദുരന്തമുഖത്തു നിന്ന് ഓരോരുത്തരെയും രക്ഷപ്പെടുത്താനുള്ള ദൗത്യം ദുഷ്കരമാണെങ്കിലും രക്ഷാപ്രവർത്തകർ അവർക്ക് സാധ്യമായ രീതിയിലെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ നീങ്ങുന്നതിനിടെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് വന്ന ഹൃദയഹാരിയായ ഈ അഭ്യർത്ഥന സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ അറിയിക്കണേ, എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് ഒരു പൊതുപ്രവർത്തകൻ ഒരാൾ വാട്സപ്പ് സന്ദേശമായിട്ട് സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചു. ആ സന്ദേശം പൊതുപ്രവർത്തകൻ്റെ പേര് മറച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി അഭിനന്ദനം അറിയിച്ചും സന്തോഷം പങ്കിട്ടും നിരവധി ആളുകളാണ് രംഗത്തെത്തിയത്. കാരണം ഒരു ദുരന്തം വരുമ്പോൾ ചേർത്ത് പിടിക്കലിൻ്റെ ഇത്തരം മനുഷ്യരുള്ള നമ്മുടെ നാട് ഇവിടെയും തോൽക്കില്ല എന്നാണ് പലരും പറയുന്നത്. കാരണം ഇവരെ പോലെയുള്ള നല്ല മനസ്സുള്ളവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ദുരന്തത്തിനും നമ്മെ തോൽപ്പിക്കാനാവില്ല. സമാനതകളില്ലാത്ത ഹൃദയ ഐക്യം കേരളത്തിൻ്റെ കൈമുതലാണ്. കഷ്ടപ്പാടിൻ്റെ വേദനകൾ അറിഞ്ഞ വാക്കുകൾ, ഇതാണ് നമ്മുടെ കേരളമെന്ന് പറയുന്നത്. നമുക്കതിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാം. ആ സഹോദരനെയും അതോടൊപ്പം തന്നെ സഹോദരിയെയും കുറിച്ചോർത്ത് പ്രളയത്തെ പോലും തോൽപ്പിക്കുന്ന ഒരു ചേർത്തുവെപ്പാണിത്. ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെയാണ് എല്ലാവരും തന്നെ, നല്ല മനസ്സുള്ള എല്ലാവരും തന്നെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വൻ കയ്യടിയാണ് ആ യുവതിയുടെയും ഭർത്താവിൻ്റെയും മനസ്സിന് സൈബറിടം തന്നെ നൽകുന്നത്. ഒപ്പം മുലകുടി മാറാത്ത ചേട്ടന്മാർക്ക് മുലകുടി മാറ്റിക്കൊടുക്കാനും സൈബറിടം ഇപ്പോൾ മറന്നിട്ടില്ല. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.